ഒരു പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്നിപ്പോ എവിടെയാണെന്ന് പറ. ആദ്യം വീട്ടിലാണ്. നമ്മളിപ്പം കുഞ്ഞാറ്റന്റെ വീട്ടിലാണ്. ഇതാണ് കുഞ്ഞാറ്റന്റെ വീട്. അവിടെ പുതിയൊരു ഗ്ലാസ് ബ്രിഡ്ജ് വന്നിട്ടുണ്ടല്ലേ. അപ്പൊ നമ്മള് ഇന്നലെ നമ്മള് എവിടെ ലുലുവില് പോയിട്ട് വന്നപ്പോഴത്തേക്കാണ് ഭയങ്കര ഭംഗിയായിട്ടാ. അങ്ങനെ തന്നെ ഉടനെ നമ്മള് ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു അത് കുഞ്ഞാറ്റയാണ് കേട്ടോ ആ പ്ലാൻ ഉണ്ടാക്കുക. ലൈറ്റ്സ് ഭയങ്കര സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനിത് സത്യം കണ്ടില്ലായിരുന്നു. ഞാൻ കുറെ നാളായില്ലേ ആ വഴി. നമ്മൾ അന്ന് കുഞ്ഞാറ്റ നമ്മൾ എന്നായിരുന്നു അന്ന് ലാസ്റ്റ് പോയ? ഓണത്തിനല്ലേ? അല്ല ഓണത്തിനാണ് അല്ലല്ല നമ്മളിപ്പോ പൂജ ഹോളിഡേസിന് നമ്മൾ അന്ന് പോയല്ലോ. അതിനുശേഷം പിന്നെ ആ വഴി ഞാൻ പോയില്ല. ഇന്നലെ രാത്രി നമ്മളേക്കും ഭയങ്കര പുതിയതായിട്ട് കുറച്ച് ദിവസമായുള്ള അപ്പം ഭയങ്കര സൂപ്പർ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മള് എന്തോന്നു അങ്ങനെ കുഞ്ഞൊക്കെ എന്തൊക്കെ എടുത്ത് വെക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ആക്കുളം പാർക്കില്ല, നമ്മൾ ഒരു വീഡിയോ ആക്കുളം പാർക്കിൽ പോകണമെന്ന് എടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് അന്ന് അപ്പൊ നമ്മളിന്ന് ബ്രിഡ്ജിൽ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പൊ കുഞ്ഞാറ്റ ദച്ചുനെ ഭയങ്കരമായിട്ട് ഇന്നലെ വന്നിട്ട് മൈൻഡ് പോലും ചെയ്തില്ല. ഇന്നലെ അതിൻ്റെ അത് മറ്റേ സോഫ്റ്റ് പ്ലെയറിനകത്ത് കയറിയിട്ട് വിഷന്റെ കളി ഇങ്ങനെ ഓടിച്ചാടി നടന്നു. പക്ഷെ കുഞ്ഞാറ്റ പാവം ദച്ചുനെ ഫുൾ ടൈം ദച്ചുനെ നോക്കിക്കൊണ്ടേ. അത് നമ്മൾ കണ്ട ഈ പാലം, അതാണ് ആ ഗ്ലാസ് പാലം കണ്ട, അത് കാണാനാണ് മെല്ലെ പോകും നമ്മളിവിടെ നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. ഇപ്പൊ ദാ കുഞ്ഞാറ്റയും ദച്ചും ഇവിടെ എത്തിയിട്ടുണ്ട്. വിഷനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അമ്പിളി വിഷനും കുഞ്ഞാറ്റയും അല്ല അമ്പിളി ചേച്ചിയും വിഷനും കൂടെ ഒരുമിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഇപ്പൊ ഇവിടെ ദച്ചു വാ. അന്ന് നമ്മൾ വന്നപ്പോ ഒരുപാട് പരിപാടി ഉണ്ടായിരുന്നല്ലേ, ഗാനമേളയോ അത്. അതിപ്പോഴല്ലേ വന്ന വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദമാണ് കേൾക്കുന്നത്. അന്ന് വന്നപ്പോ ഇല്ലായിരുന്നല്ലോ ചേട്ടാ. വിശ്വനാണെങ്കി പറഞ്ഞു ഓടിക്ക്. തിരക്ക് കുറവുണ്ട്. ഞാൻ വിളിച്ചു ഭയങ്കര തിരക്കായിരിക്കും. മഴ ഇതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാവരും വീട്ടിൽ പോയി. ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു. അമ്പതി വിഷയം ഇവ ഫോട്ടോ എടുക്കില്ല. മേലോട്ടൊക്കെയാണ് പൂവ്. അപ്പൊ നമ്മള് മേലോട്ട് കയറാനായിട്ട് കുറച്ച് പടി കയറാനുണ്ട്. നമ്മളിത് തളർന്നു, ഞാനും തളർന്നു. കയറിയപ്പോ ഊഞ്ഞാലൊന്നും ഇതുവരെ ആള് കഴിച്ചു നോക്കി. മസിൽ വിട് ചേട്ടാ, മസിൽ വിട്.
വിളിച്ചേട്ടാ അവര് നോക്കിക്കോ ചേട്ടാ. പേരിടായ ഓക്കെ. എനിക്ക് പേടിയാണ്. ഇത് മഴയുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലാസ്സിൽ വെള്ളം വീണ് കിടപ്പുണ്ട്. അപ്പോൾ നന്നായിട്ട് സ്ലിപ്പാവുന്നുണ്ട്. അവർ പറഞ്ഞിട്ടാണ് കയറ്റിയത് കേട്ടോ. എന്നുവെച്ചാൽ നല്ലൊരു വെള്ളം വീണ് കിടപ്പുണ്ടായിരുന്നു. കയറുമ്പോൾ നമ്മൾ വിചാരിക്കാം പുറത്തു നിന്നുമ്പോഴത്തേക്ക് അത്ര ഹൈറ്റ് തോന്നുന്നില്ല, പക്ഷേ കയറിയിട്ട് താഴോട്ടൊക്കെ പോയപ്പോഴത്തേക്കും നല്ല ക്യാമറ സ്ലിപ്പ് ചെയ്യണോണ്ട് നേരെ എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതായത് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു ഇങ്ങനെ കുലുക്കമുണ്ട് കേട്ടോ. അങ്ങനെ ഇവരെല്ലാം ഫ്രണ്ടിലേ പോയി. ഞാൻ പിന്നെ പതുക്കെ നിന്നാണ് ഇതിപ്പോൾ ഞാൻ കാണിക്കുമ്പോഴത്തേക്ക് വലുതായിട്ട് നമുക്ക് ഹൈറ്റ് തോന്നുന്നില്ലല്ലോ, പക്ഷേ നല്ല താഴ്ചയുണ്ട് കേട്ടോ. നല്ല താഴ്ചയുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ കയറി വരുമ്പോൾ ഒരു വെള്ളം അങ്ങനെ വീഴുന്നുണ്ടല്ലോ, അത് ഇതിൻ്റെ അടിയിൽ കൂടിയാണ് പോകുന്നത്. അത് കാണാൻ മെയിന് ഇത് കേട്ടോ വെള്ളച്ചാട്ടം. ഇത് പിന്നെ പോണ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ആൾക്കാർ വലിയ തിരക്കുണ്ടായിരുന്നില്ല. പിന്നെ അവർ കുറച്ച് ആൾക്കാരെ നിർത്തിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കുട്ടികൾ കുഴപ്പമില്ല, പക്ഷെ വലിയ ആൾക്കാർ എത്ര അവർക്ക് കൗണ്ട് ഉണ്ട് അതനുസരിച്ച് മാത്രമേ കേട്ടുള്ളൂ. ഇത് കണ്ടോ, നല്ല താഴ്ചയുണ്ട്. ഈ വെള്ളം കിടക്കുന്നതുകൊണ്ടാണ്. രാവിലെ നമുക്ക് പോയി കഴിഞ്ഞാൽ കുറേ നേരം നിൽക്കാനാണ് പറയുന്നത്, പക്ഷെ നമുക്ക് അധികം നേരം നിൽക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നുണ്ട്. കാരണം നല്ല ചൂടാണ്. ഇന്ന് പക്ഷെ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. കാരണം മഴ പെയ്തിട്ടുള്ള ഒരു തണുപ്പും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഈ സമയത്ത് തിരക്കുള്ള സമയത്ത് ഒരു 10 മിനിറ്റ് മാത്രമേ കേട്ടിട്ടുള്ളൂ. എത്രയാണ് ടിക്കറ്റ് റേറ്റ് വന്നിട്ട് കുഞ്ഞു പിള്ളേർക്ക് 150, വലിയ ആൾക്കാർക്ക് 200 രൂപയായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കൊള്ളാം കേട്ടോ, സംഭവം കൊള്ളാം. ഇത് നേരത്തെ ഇത് ഓപ്പൺ ചെയ്തിട്ട് അവർ പിന്നെ ക്ലോസ് ചെയ്തതായിരുന്നു. പിന്നെ ഇപ്പം ഒന്നേന്ന് തുടങ്ങിയതാണ് കേട്ടോ. ഞാൻ അന്ന് ഓപ്പൺ ചെയ്ത സമയത്ത് കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ പോയിട്ടില്ല. ഇതിപ്പോൾ എൻ്റെ ഫസ്റ്റ് ടൈമാണ്. ഇതിപ്പോൾ അവർ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ല തുടങ്ങിയപ്പോഴേ നമ്മളതിലേ വന്നപ്പോഴേക്കും പാസ് ചെയ്തപ്പോൾ കണ്ടായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് കുഞ്ഞാറ്റം പ്ലാൻ ചെയ്തതാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ. നൈറ്റിൽ വരാൻ ഈ ബോട്ട് ക്ലബ്ബിൽ വരാൻ നല്ല രസമുണ്ട്. കാരണം ഇവർ ഓരോ പ്രാവശ്യം വരുമ്പോഴും എന്തെങ്കിലും പുതിയതായിട്ട് കൊണ്ടുവരും. പണ്ടാണെങ്കിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ പിള്ളേർക്ക് ഇഷ്ടപ്പെടും. കാരണം വലുതായിട്ട് നമുക്ക് വലിയ പൈസ ആവത്തില്ല. പിന്നെ കുറേ നേരം നമുക്ക് കളിക്കാം. അതിൻ്റെ അത് കയറി കഴിഞ്ഞാൽ പിന്നെയുള്ള അതിന് മാത്രം എക്സ്ട്രാ ക്യാഷ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ റൈഡ്സ് കയറുന്നതനുസരിച്ച്. അല്ലാതെ നമുക്ക് ആ പ്ലേ ഗ്രൗണ്ടിൽ കളിക്കാനായിട്ട് കുറേ സാധനങ്ങളുണ്ട്. അതിലൊന്നും പ്രത്യേകിച്ച് ക്യാഷ് നമ്മൾ ആ വെളിയിൽ നിന്ന് എടുക്കുന്ന ടിക്കറ്റ് തന്നെ അത് കുറച്ച് പൈസ എന്തേ ഉള്ളൂ. അത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ക്യാഷ് ആവത്തില്ല. നല്ല രസമാണ് കേട്ടോ. വന്ന് രാത്രിയൊക്കെ ഇരിക്കുന്നത് കുറച്ച് മരമായതുകൊണ്ട് ഇരിക്കാനൊക്കെ നല്ലതാണ്. പക്ഷേ ഈ പ്രായമായവരെ കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. കാര്യം മേളിൽ താഴെ വന്നിരിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ മേളിൽ പോയി കയറാനായിട്ട് പറ്റില്ല. ഞങ്ങൾ സ്റ്റെപ്പ് കയറിയപ്പോഴത്തേക്ക് ഒരപ്പം പാവം എങ്ങനെ മേളിൽ കയറിയെന്നറിയില്ല. ചേട്ടൻ തിരിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇതൊക്കെ കാണാനും അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. അവരെപ്പോഴും വീട്ടിലിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഞാനും പണ്ട് മടിയാണെങ്കിൽ എപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവർക്കാണെങ്കിൽ നമ്മളൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് എപ്പോഴേലും കുറച്ച് സമയത്തല്ലേ നമ്മളൊക്കെ പുറത്ത് കൊണ്ടുപോകുള്ളൂ, വർഷത്തിലൊരിക്കലും. ഇവർ ഈ 3 പിള്ളേരും കൂടെ ഫോൺ എടുത്ത് വെച്ചിട്ട് അങ്ങോട്ട് ഇവർ തന്നെയാണ് പ്ലാൻ ചെയ്യും. അപ്പം എല്ലാ സമയമൊക്കെ കിട്ടുമ്പോൾ കുട്ടികളൊക്കെ കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ കൊണ്ട് കാണിക്കണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഈ ഇട്ട വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്ര ഒന്ന് ചെയ്ത് തന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് താഴെ ഇറങ്ങി പിള്ളേരെ അവർ വന്നിട്ട് കളിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അന്ന് ഓൾറെഡി ബോട്ട് ക്ലബ്ബ് വീഡിയോ എടുത്തുകൊണ്ടാണ് പിന്നെയായിട്ട് ബോറടിപ്പിക്കാത്തത്. ഓക്കെ, ബൈ.